തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ ഞാൻ നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതായത് ദൈവം അവതരിപ്പിച്ച രീതിയിൽ മനസ്സിലാക്കാനും സ്വീകരിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ദൈവത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണം, മനോജ് എന്നെ ചീത്ത വിളിച്ചെന്ന് വിചാരിക്കാം. മനോജ് എന്നെ ചീത്ത വിളിച്ചിട്ട് പോകുന്ന വഴിക്ക് പട്ടി കുറുക്കിയാടി മനോജ് ബൈക്കിൽ നിന്ന് വീണെന്ന് വിചാരിക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പം അനുസരിച്ച് ഞാൻ എന്താ പറയാൻ പോണേ? എന്നെ തെറി വിളിച്ചിട്ട് പോയാൽ അവന് കിട്ടി, ദൈവം കൊടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ദൈവമാണ്, അതൊരു വിഗ്രഹമാണ്. യഥാർത്ഥ ദൈവം അങ്ങനല്ല. എന്നെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ പട്ടിയെ വിട്ട് സ്കൂട്ടറിൽ നിന്ന് മനോജനെ മറിച്ചിടുന്ന ദൈവമല്ല ശരിക്കുള്ള ദൈവം. ശരിക്കുള്ള ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുകയും ഒരുപോലെ വെയിലുദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് എൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ച മനോജനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കിണങ്ങിയ ദൈവത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും അച്ഛനിട്ട് ദൈവം പണി കൊടുക്കും. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലല്ലോ, ഞാനത് വിചാരിക്കുമോ? എന്നോട് ദൈവം ക്ഷമിക്കും, അച്ഛനോട് ക്ഷമിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്? വേറൊരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും. ഞാൻ ചെയ്താൽ ശിക്ഷിക്കില്ല. നമ്മൾ വെറുതെ നമ്മുടെ മെന്റൽ ഈ മൈൻഡിൽ നടക്കുന്ന സംഭവങ്ങളെ അനലൈസ് ചെയ്താൽ മതി.